അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാരി കിങ് 777 വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്കിന്ന് കുറച്ച് ഇതാക്കേണ്ടതായുണ്ട്. ഭയങ്കര ലാഗ് ഫ്രണ്ട്സ്, ഇത് ചെയ്യും അത് നല്ല മാറിക്കോളും. നമുക്കിന്ന് കുറച്ച് പെറ്റ്സിനൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ നമുക്കിന്നൊരു ഫാം ഉണ്ടാക്കണം, ഫുഡിൻ്റെ ഫാം. നമുക്ക് ഇവിടെ ആയിട്ട് ഏകദേശം ഉണ്ടാക്കാം. ഇവിടെ അതിന് മുമ്പേ ഞാനൊരു ഹോ ഉണ്ടാക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നേ ഇത് കുറച്ചാലേ നമുക്ക് കളിക്കാൻ പറ്റും. അതിൽ കുറേ ഗെയിംസ് ഉണ്ട് ഫ്രണ്ട്സ്. ഒരു 50-45 മതി. ഓക്കെ, അപ്പം നമ്മളിന്ന് ഫുഡാണ്. കുറച്ച് ലാഗ് ഉണ്ടാവുമെന്ന് ക്ഷമിക്കണം. ഇങ്ങനത്തെ ഒരു ഫുഡ് ഫാം ഉണ്ടാക്കാൻ പോകണം. അതിന് മുമ്പേ നമുക്ക് ഹോ ഉണ്ടാക്കാം. അതിന് മുമ്പേ നമുക്ക് വ്യത്യസ്തമായി കോബിൾ സ്റ്റോൺ സൈഡിൽ കെട്ടിയിട്ട്, വ്യത്യസ്തതയൊന്നുമില്ല, കോബിൾ സ്റ്റോൺ ഉണ്ട്. സ്റ്റോൺ ഒന്നേ ഉള്ളൂ, അത് നമുക്ക് വുഡ് വെച്ചിട്ടാക്കാം. ഹോ ഉണ്ടാക്കട്ടെ. ഹോ ഒന്ന് മതി. എന്തിപ്പോൾ കളയും? എന്തിപ്പോൾ കളയും? എന്തോ പ്രശ്നമാണെന്ന് നോക്കിയേ. ഇത് കളയാം. എന്നിട്ട് ഇത് ഓക്കെ, നമുക്ക് ഹോക്കെ വെട്ടി ഉറക്കിന്ന് ആക്കാം. വുഡ് വെട്ടട്ടെ. വുഡ് കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് പ്രശ്നമൊക്കെ എൻ്റെ എഡിറ്റിംഗ് അല്ല, എന്തോ പറ്റിയതാണ്. ഞാൻ വേറെ ഫോണിൽ നിന്നാണ് ഇട്ടത്. അതുകൊണ്ട് എന്തൊക്കെയോ സ്ക്രീനൊക്കെ ചെറുതായി, പിന്നെ ക്ലാരിറ്റി കുറഞ്ഞ്, അത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പം ഇനി ഇതുണ്ടാവുമോയെന്നൊന്നും അറിയില്ല. നമുക്കിതൊരു ചെറിയ വീഡിയോ ഞാൻ ഇടുമല്ലോ, ഇതിന് 10 മിനിറ്റ് അത്രയല്ലോ. ഞാൻ സ്റ്റോറേജ് ഞാൻ ഇതാക്കിയാൽ ബാക്കി ചെയ്യും. ഇതെല്ലാം കുത്തിക്കളയട്ടെ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് ഇനിയും കുറച്ച് 1K എത്തിച്ചേരണേ. നമുക്ക് 1K എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് പവറാക്കാം. ആവില്ല, ഇത്ര മതി. 20 മതി. 20 മതിയില്ലേ? 20 മതിയായിരിക്കും. 20 മതി. 20 ഇത് ഞാൻ വില്ലേജേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറി ശരിയാവില്ല. ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. ചെസ്റ്റ് 3 ഉണ്ട്. ഇതമ്മ എവിടെ ഇടും? ഇതൊക്കെ പൊരിച്ചളയാം. നമുക്ക് ഇവിടത്തേക്ക് ഇടാട്ടാ. നമുക്ക് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. കോപ്പർ വെച്ച് നമുക്കൊരു ആർമർ ഉണ്ടാക്കാം. അതിപ്പോൾ ജാവയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് ആ സംഭവം. ഓക്കെ, കിടക്കട്ടെ. അപ്പോൾ സുപ്രഭാതം. ഒരു ജന്തുക്കളും വരാണ്ടിരുന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചാണ് അമ്മ ഇറങ്ങുകയാണ്. ഫാം പണിയണം. ക്യാരറ്റ് ഫാം നമുക്ക് വീട്ടെന്തൊക്കെയോ ആക്കാം. ലാഗില്ലോണ്ട് വൃത്തി. ഇവരെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇവിടെ എത്ര സോംബിയാടാ. കത്തിപ്പോ, എല്ലാം കത്തിപ്പോട്ടെ. നിനക്കെന്താ ഇവിടെ വല്ല ഇത് എഴുതി വെച്ചിരുന്ന? എനിക്കിത് ലാഗ് കാരണം കളിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെയായിട്ടാണ് വീഡിയോ ഇട്ടുന്നത്, അത് അടുത്ത എപ്പിസോഡിലാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരെ വീഴുമോനെ. നമുക്കിങ്ങനെ അല്ലാണ്ട് വേറെ വഴിയില്ല.
അതിൻ്റെ ഇടയ്ക്ക് ഈ പന്നി. നമുക്ക് ഇത്ര മതി. ഇത് കൂടുതലാണ് ഫ്രണ്ട്സ്, ഇത് കൂടുതലാണ്. നമുക്ക് ഇത്രയും വേണ്ട. ഫുഡ് എന്നിട്ടെ നമുക്കിതില്ല. ഹെൽത്ത് നമുക്കൊന്ന് സെറ്റാക്കണം ഫ്രണ്ട്സ്. ലാഗ് ഇത്ര ബ്ലോക്കോ അത് ബാക്കി ഉണ്ടാവില്ല. 3 മതി. അതാണ് കൊയ്യ. നമ്മൾ ചെറിയ കുട്ടി വീഡിയോ ഞാൻ ഷോർട്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. കുറച്ച് വീതിയിൽ തന്നെ ആക്കണം. എനിക്ക് ആഗ്രഹം ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് വുഡ് വരുന്ന ഇഷ്ടമല്ല. വുഡ് വരുന്ന ഒന്നും കൂടി ഉണ്ട്. പ്രശ്നമില്ല. നമ്മൾ കുറച്ച് ഞാൻ അറിയാലോ ബിഗിനേഴ്സിന് ഫുഡൊന്നും തപ്പേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഒന്ന് കൃഷി വിളവെടുത്താൽ പിന്നെ എല്ലാ വിഷയമില്ല. ഫ്രണ്ട്സ് നടുവിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്താക്കും, കുറച്ച് ഇത് വുഡ് എടുത്തിട്ട് വരാം. ഇത് പൊളിച്ചിട്ട് നടുവിൽ ഇതാക്കാം. അതേപോലെയാണ് ആക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ വുഡും ഇല്ലല്ലോ. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ്. 31 മതി. നിങ്ങൾക്കിത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ലാഗ് എന്നിട്ടും പോകുന്നില്ല ഫ്രണ്ട്സ്. എന്താ ലാഗ് ഉണ്ട്? അത് ഞാൻ റെക്കോർഡും കൂടി ചെയ്യുമ്പോൾ ലാഗിൻ്റെ ലാഗാ. പന്നി മാറ്, അല്ലെങ്കിൽ വെട്ടി നുറുക്കി നിന്ന ഇന്നത്തെ രാത്രിക്കുള്ള ഇതാക്കും. പോടാ. കുറച്ച് കണ്ടേ വേണ്ട. ഒന്നും കൂടി മതിയേ. ഇവിടെ നമുക്ക് ഡേട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന. ഡേട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ്. ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒന്നും വെള്ളമില്ല. ബക്കറ്റില്ലാണ്ട് നമ്മളെങ്ങനെ എടുക്കും നിങ്ങൾ പറയൂ. ഞാൻ വീണ്ടും കുറക്കട്ടെ. ഇതെന്ത് നിങ്ങൾക്ക് ബോറടിക്കണ്ട. എന്തെങ്കിലും ഞമ്മിന് എടുത്തോളി. ബ്രൈറ്റ്നെസ് കുറച്ചാൽ മതി ഫ്രണ്ട്സ്. ഇതൊക്കെ മതി. ഇപ്പോൾ എന്നിട്ടും ലാഗിനൊരു കുറവുള്ള കയാണ്. നമ്മളെ മയണെന്ന് പറയുന്ന സാധനമില്ല ഫ്രണ്ട്സ്. ഇപ്പം തന്നെ മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് ടൈമില്ല. മൈനിങ്ങിന് പോകണം. ഓടാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഈ ഷെയ്ഡർ മിക്കവാറും ഓഫാക്കും. നമുക്ക് പ്രാന്താവണം. ഈ ബ്ലൂം ഇങ്ങനെ കുറച്ച് ഞാൻ ഒന്ന് സെറ്റാക്കണം. 19 മതി. എന്തിന് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. ഇല്ല ലാഗില്ല ഫ്രണ്ട്സ്. ഈ വീഡിയോയും കൂടി എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട്. ഈ ലാഗ് കാരണം എനിക്ക് തല്ലാൻ പോലും പറ്റുന്നില്ല. പയ്യണ്ണ് വേണ്ടിയിട്ട് എവിടെ ഞാനിപ്പോൾ പോവും. ടോർച്ചില്ല. 8 ഉണ്ട്. അത് മതി. കോൾ എന്തിനും എനിക്ക് സത്യം ചോദിച്ചാൽ കോൾ ആവശ്യമുള്ള സമയത്ത് കിട്ടില്ല. പക്ഷെ അനാവശ്യ സമയത്തൊക്കെ കോള് കിട്ടും. അതിനൊരു പ്രശ്നവുമില്ല. കോള് ആവശ്യം വരും. ജംപ് സ്കെയർ വരാണ്ടിരിക്കണം എന്നാണ് പ്രാർത്ഥന. കുറച്ച് വ്യൂസൊക്കെ ഉണ്ടാക്കിത്താട്ടോ. ഇത്രയും ഈ 4ാമത്തെ എപ്പിസോഡായത്. എന്നിട്ടും ഞാൻ എല്ലാ സൺഡേയും ഇടാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് ബിസിയാണ്. ഭയങ്കര ബിസി. പണിയൊന്നുമില്ല. എന്നാലും ഞാൻ ഫ്രീ ആകുമ്പോഴൊക്കെ ഇടും. ചില സമയത്ത് സൺഡേ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല.
വെള്ളം എങ്ങനെ ഇപ്പം ഞാൻ കൊണ്ടുവരും. കോപ്പർ വെച്ചായിട്ട് മറ്റേ ബക്കറ്റാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതായിരുന്നല്ലേ. കോളൊക്കെ നിറയെ കിട്ടി. എന്തൊക്കെ ഇപ്പം തൽക്കാലത്തേക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിലും ഞാനെടുത്ത് കൊണ്ടുപോകും. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ എടുത്ത് കണ്ടിക്കണേ. തരവിലയില്ലാത്തോന എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ ഒന്ന് എൻ്റെ ചാനൽ 1K കടിക്കണം എന്നാ. അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനു ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഡൂ സപ്പോർട്ട് ഒന്നുമില്ലല്ലോ. ഇവിടെ ഒരു മൈനിങ് എന്ന് പറയുന്ന സാധനം അത് നമുക്ക് നല്ല ഭാഗ്യം തന്നെയെന്ന് പറയാൻ. അത് അയാളല്ലേ? വേഗം പോവാ. ഒരു സാധനം കണ്ടോ നിങ്ങളിപ്പോൾ? ഡാടാ ഇങ്ങോട്ടതാ ഞാനിപ്പോൾ പൊട്ടിച്ചിട്ട് ഞാൻ വിടും. ചത്തു. നമുക്ക് ആ അയൺ ഇപ്പം എടുത്തിട്ടേ പോകും. ആ അയണ്ണെ ഞാൻ എടുത്തിട്ടേ പോകൂ. ഇന്ന് ഞാൻ വിചാരിച്ച എൻ്റെ കയ്യിൽ അയണൊക്കെ ഉണ്ട്, എല്ലാം മറന്നു. കത്തിക്കാൻ ഏതായാലും മതി. പക്ഷെ നമുക്കിപ്പം വേണ്ടത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ കൺമുമ്പിൽ അങ്ങ് എവിടെയതാ കാണുന്ന സാധനം. നമ്മളിതാ എൻ്റെ അമ്മ സ്വിമ്മിങ് പൂൾ ഈ 2 അയൺ മതിയോ? ഒരു കൂടുതൽ അയൺ ഉണ്ടെങ്കിൽ നമുക്കൊരു പിക്കാക്സ് ഒക്കെ ആയി അടുത്ത ഇതിൽ നമുക്ക് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈനിങ്ങിന് പോവായിരുന്നു. ഇവിടുന്ന് ചാവല്ലേ. എന്താ സമാധാനം. 2 എണ്ണമേ ഉള്ളൂ. ഇപ്പം ഫ്രണ്ട്സ്, ഞാൻ വെറുതെ വന്നതുപോലെ പക്ഷെ 2 അയൺ കിട്ടി. 2 അയൺ വെച്ച് ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്മെൽറ്റ് ചെയ്യട്ടെ. ഇത് ഭയങ്കര ലാഗ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ബ്ലൂം കുറച്ച് ഫുൾ കുറച്ചിട്ടാലോ. കേറുമ്പോഴൊക്കെ എത്ര ലാഗാ ദൈവമേ. പേടിക്കണ്ട, എൻ്റെ കയ്യിലുണ്ട് ഒരു വീട്ട്. ഞാൻ എൻ്റെ RC കാറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതേപോലെ അതേ വ്യൂസ് എനിക്ക് ഇതിലും കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാവും. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ ഫ്രണ്ട്സ്. നിങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ചിലവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്നും ഞെക്കേണ്ട ആവശ്യമില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോ, അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ വീഡിയോ ഇടുമ്പോൾ. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് കൊതിയാവുമ്പോൾ എനിക്കിവിടെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാണ്ട് ഈ ലാഗ് എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. ഞാൻ ബ്ലൂം കുറച്ചിടാം, ഫുൾ കുറച്ചിടാം, വേറെ വഴിയില്ല. ബ്രൈറ്റ്നെസ് ഉണ്ടായിക്കോട്ടെ. നമുക്ക് കളിക്കുന്നതൊരു എന്നിട്ട് കളിക്കാൻ പറ്റുന്നില്ല അല്ലേ. അടിപൊളിയിടാം, അടിപൊളി. ബക്കറ്റിന് എത്ര വേണം? ശരാ 2 എണ്ണം മതിയേ. 2 എണ്ണം മതിയായിരുന്നോ? നമ്മൾ മെൽറ്റ് ചെയ്യാനിടട്ടെ. നമ്മൾ
ഫ്രണ്ട്സ് നമ്മൾ അയണോ എന്തൊരു കഷ്ടാണെന്ന് നോക്കൂ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. ഞാൻ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നാ. ദൈവമേ എനക്ക് ഭ്രാന്താവുന്നേ. ഇപ്പം എന്തിനാ സംഭവം? ഇല്ല സമയത്ത് ഒരു സാധനം നമുക്ക് കിട്ടത്തില്ലാന്ന്. എന്തിനാ ഇതൊക്കെ? എന്തിനാ പിണക്ക മുന്തിരി? എന്തിനാ? വേഗം പോയി എടുക്കണം. അത് 5 മിനിറ്റ്സിനുള്ളിൽ ഡീസ്പോൺ ആവണം. ശരാ ഇപ്പം ഡീസ്പോണൊന്നും ആയേക്കല്ലേ. നമ്മൾ സ്പീഡിന് എന്താ പ്രശ്നമുണ്ടോ? അമ്മേ ചത്ത്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ചത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ലാഗ്, മൂത്ത ലാഗ്. ഇതൊക്കെ എൻ്റെ അയണും പോയി. നമ്മൾ ഇന്നത്തെ ഫാമിംഗ് വീഡിയോ ഇവിടെ വെച്ച അവസാനം. എൻ്റെ ദൈവം എന്ത് ഹാങ്ങാണ്. അമ്മേ ഒരു സംഭവം ചെയ്യട്ടാ. വെയിറ്റ് എനക്ക് പ്രാന്താവണ്. നമ്മൾ BGMI ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. ഹാങ് എന്നൊക്കെ പറഞ്ഞ അങ്ങേ അറ്റ. എടാ ഇതെന്ത് ലാഗാണെന്ന് നോക്കിയേ. ഫോൺ മീ. നമ്മൾ അയൺ അങ്ങനെ ഇല്ല, അയൺ അവിടെ ഉണ്ട്, ഞാൻ കാണുന്നു. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അതിന് മുമ്പേ ഇതും കൂടി സ്റ്റോറേജ് ഫുള്ളാവുന്നതിന് മുമ്പേ നമുക്ക് വേഗം തന്നെ ഒരു ബക്കറ്റ് ഉണ്ടാക്കാൻ ഇനി സ്മെൽറ്റ് ചെയ്യണം. ഇത് എനിക്ക് പണ്ടാറ് കിടക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാന്ന് ഫ്രണ്ട്സ്. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഷെയ്ഡ് റഫ് ആക്കിയിട്ട് ഒരിക്കലും കൂടി വരുന്നതായിരിക്കും ഈ സൺഡേയിൽ. അപ്പോൾ ഞാൻ ഇത് ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺ. അടുത്ത സൺഡേ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ ബൈ.